നമ്മൾ 11 മണിയാകുമ്പോൾ എവിടെ പോണു? ചേച്ചീനെ ചേച്ചി നോക്ക് ചേച്ചി. ചേച്ചി നമ്മൾ കയറ്റി വയ്ക്കാൻ പോകുന്നു. ഇതാണ് നമ്മുടെ ചേച്ചി. മലബാർ മുട്ടായി തിന്നുന്ന ചേച്ചി. അങ്ങനെ നമ്മുടെ ചേച്ചി ഫർത്ത് ഗ്രഹത്തിലേക്ക് യാത്രയാവുകയാണ്. വിളിക്കാനായി മെൽബിൻ എത്തിയിട്ടുണ്ട്. വേറൊരുത്തും വരും. ഞാൻ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. 3 രാജ്യത്തെ ആളുകളാണ്. ജർമ്മനിക്കായി കാത്തു കെട്ടി കിടക്കുന്ന അപ്പു. ഇത് UK. അത് ബന്ദ് മധ്യേഷ്യയുടെ സ്വന്തം മെൽബിൻ. ഇതിൻ്റെ രാജ്യം എത്ര? അബുദാബി കിങ്. നമ്മൾ പടിഞ്ഞാറേക്കുളത്ത് നിർത്തിയതാ. മെൽബിൻ്റെ സ്വന്തം കടയുടെ ഫ്രണ്ടിൽ. എക്സസൈസ്. മണിത്തുമ്പ മുട്ടേ നീല. ചേച്ചി ഇതെങ്ങനെയാണ് നീ കറക്റ്റായിട്ട് അത് ആ ലിപ്റ്റിക്ക് ഇതുമായി കറക്റ്റായി മാച്ചായത്? ഇല്ലേ? അവൻ ഡാർക്ക് ചോക്ലേറ്റ് തിന്നോളൂ സൗന്ദര്യം സംരക്ഷിക്കാനായിട്ട്. എടി കൊച്ചേ നിനക്കറിയാലോ. അതെന്നാന്നറിയോ? അവിടെ മലയാളി പിള്ളേരെ എനിക്ക് കാണാൻ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് യാത്രയാണ്. തലയില്ലാത്ത ചേച്ചിമാർ. എന്ത് വിരോധാഭാസല്ലേ അല്ലേടി? അവൻ പറഞ്ഞറിയോ? പറയരുത് എടി. നേരത്തെ അവിടെ ചേച്ചിമാരല്ലെന്നുള്ളേ. ഇപ്പൊ പറയപ്പോ ബൊമ്മ മാത്രമേ. പറ. എന്നത് എല്ലാവരെയും കൂടെ ഒരുമിച്ച കൊള്ളാടി. ഓറഞ്ച് കൊള്ളാം. കാൽവിൻ ക്ലൈൻ. അത് മമ്മിക്ക് എരുവൊന്നുമില്ല. ശരിയാ. എടി നീ പ്രതികരിക്കടി. ബില്ലടിച്ചേരെ എടി. പ്രതികരിക്കടി. നീ എന്താ ആലോചിക്കുന്നത്? ഞാനും ആലോചിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലുമായിട്ട് പരതുവാണോ? ചേച്ചിക്കാണെങ്കിൽ പോയി നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ടേ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചേച്ചി സാധനങ്ങളൊക്കെ മേടിച്ചു. ചേച്ചി പോവുകയാണ്. ചേച്ചി നിൽക്കുക ചേച്ചി. ഞങ്ങൾ മുണ്ടക്കയം പോണ വഴിക്ക് ഞങ്ങൾ മലങ്കര ഡാമിൻ്റെ ഇവിടെ ചായ കുടിക്കുകയാണ്. സ്ഥിരം വന്ന സ്ഥലമാണ്. അങ്ങനെ മലങ്കര ഡാമിൻ്റെ ഉടൻ വരെ വന്നു. എന്നിട്ട് വണ്ടിയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നിർത്തിയേക്കണം. ചെളി അങ്ങനെയാകുമ്പോൾ ചാടിയതാണ്. ഇത്രയും പൊക്കത്തിൽ ചെളിയാണ്. ആകെ ഇത്രയും വെള്ളമുള്ളൂ. അതൊന്നും ലിസാമരിക്ക് പറ്റില്ല. നല്ല വെള്ളം വേണം. എനിക്ക് വൈറ്റ് ടീഷർട്ട് 2-3 മേടിക്കണം. പിന്നെ ബീച്ച് കളർ പാന്റ്. ബീച്ച് കളർ എന്ന് പറഞ്ഞാൽ മറ്റേതല്ലേ? പീച്ച് കളർ. അത് ക്രീം പോലെ ഇതാണല്ലേ? ബീച്ച്. ഞാൻ കേട്ടത് പീച്ച് എന്നാ. ബേജ് ആണോ? അങ്ങനെ പറയാനില്ല. പീച്ച്. ഞാനങ്ങനെ മനസ്സിലാക്കിയ എല്ലാം വൃത്തികരമായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ ഫുഡ് കഴിക്കാൻ KR ബേക്കേഴ്സ്.
നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയായിരിക്കും. നമ്മളിതുവഴി കയറി മേളോട്ട് പോകണം. അങ്ങനെ അപ്പു കണ്ടെത്തിയ അപ്പുവിൻ്റെ മീൻ പൊള്ളിച്ചത് ചത്തം വീണ്ടും പൊള്ളിച്ചതെന്ന് പൊള്ളിച്ചതെന്നാണ് പക്ഷെ നമ്മളത് വായി പൊള്ളിച്ചത്. ഓ അങ്ങനെയാണോ? പൊള്ളിച്ചത്. ആ അങ്ങനെ ബീഫ്, മീന്, ഹായ് വീട്ടിലൂണ്. ഹായ് നിനക്കൊന്നും വേണ്ടടാ? ഏത് മിഠായി? കയറി കയറ. ഓ എന്നാ ചൂടാടായി. നോക്കിയതുണ്ടോ? നേരെ അങ്ങ് ചെന്നിട്ട് ആ കാണുന്ന വീടാണോ? അത് വളയാം. നിങ്ങളെ കൊണ്ടുവന്നത് ഇതൊക്കെ ഇറക്കാനാ. എടി നീ ഇറക്കണം, നിന്റെ വീട്. എങ്ങനെ തോറ്റൂണ്? എന്നാ വാ നോക്കട്ടെ. എറിയ. അപ്പോ ആ പോരടാ. മെൽബിൻ ഓൺ ദ ഫ്ലോർ. സിംഗ. അതങ്ങനെയല്ലടാ എറിയണേ. അറിഞ്ഞടാ. ഓ 4 പോയിന്റ്. ഒന്ന് കാണട്ടെ. എടാ അടി വന്നു. മെൽബിൻ ചക്കയിടാനായി കയറിയാണ്. എടാ നിനക്ക് മൂപ്പറിയാവോടാ? ഇവരിതൊക്കെ അറിയാവോ? നിനക്ക് ഇതൊക്കെ അറിയാവോടാ? മെൽബിൻ ചകറാ. ചക്കിട്ടു ചക്കിട്ടു. മെൽബിൻ ചക്കയിട്ടിരിക്കുന്നു. ആദ്യമൊക്കെ ഉണ്ടോ അങ്ങനെ പറയണമെന്ന്? പോയി എടുത്തിട്ട് പാടി. വരിക്ക ചക്കയുടെ ഓ പണിയെടുക്കുന്ന മെൽബിൻ. ഞങ്ങളുടെ അത് അവർക്കറിയാം, അതുകൊണ്ട് അവരങ്ങനെ അഭിനയിക്കുന്നത്. അതില്ല എനിക്ക്. എടാ നീ എന്തിനാ ഒന്നെടുക്ക്. എടാ അത് ഒന്നിച്ച് വേണം കെട്ടണത്. ഒന്നിച്ച് കെട്ടണമെന്ന് ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.